വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി ലളിതമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ നമുക്കായി വിശദീകരിച്ചു തരുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ വൈസ് റെക്ടറുമായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുബസാരം എന്ന കുദാശ അവസാനിച്ചു. ഇപ്പോൾ നമ്മൾ വീണ്ടും രോഗിലേപനം എന്ന കുദാശയിലേക്ക് കിടക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1499 മുതൽ 1513 വരെയുള്ള നമ്പറുകളുടെ ഭാഗങ്ങളാണ് അച്ഛനെന്ന് വിശദീകരിക്കേണ്ടത്. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ രോഗിലേപനം എന്നാണ് പറയുന്നൊരു കുദാശ, ആ കുദാശയുടെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? വാസ്തവത്തിൽ അത് യേശു സ്ഥാപിച്ചത് തന്നെയാണോ, അല്ലെങ്കിൽ യേശുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കുദാശ ഉണ്ടായിരുന്നുവോ എന്നൊന്ന് വിശദീകരിക്കാമോ? വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള, പേടിക്കുകയും ചെയ്യുന്ന ഒരു കൂദാശയാണ് പലരും. കാരണം അതിന് ഒടുക്കലത്തെ ഉപ്രശുമ കൊടുത്തു, അയ്യോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ചാവുള്ളൂ എന്നുള്ള മട്ടിലാണ് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ കുറേ നാളുകളായിട്ട് ഈ കൂദാശ പരികർമ്മം ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് വന്ന ഒരു ഭയമാണ് അത്. അതിൽ ഒട്ടും സത്യമില്ല എന്നല്ല, പക്ഷേ ഒരു ഭയപ്പെടുത്തുന്ന കൂദാശയായിട്ട്, വാസ്തവത്തിൽ ഇതൊരു ഭയപ്പെടുത്തുന്ന കൂദാശയല്ല. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സമാശ്വാസം കിട്ടാൻ വേണ്ടി പ്രത്യേകമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂദാശയാണ്. അതായത് രോഗം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പെട്ടെന്നൊരു രോഗിയായിട്ട് കിടക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കേസുമായിട്ട് ആശുപത്രി പിടിക്കാറുണ്ട് ഞാൻ. അപ്പോൾ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒന്ന് കയറിയോ 2-3 ദിവസമൊക്കെ എടുക്കും, എന്തെങ്കിലും ചെറിയ കേസ് കെട്ടുകൾ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കിടക്കുന്ന അവസരത്തിലാണ് നമ്മുടെ നിസ്സഹായത നമ്മൾ ശരിക്കും മനസ്സിലാവണേ. മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികത, നമ്മൾ എങ്ങനെ പയർ പോലെ ഓടി നടന്നിരുന്ന ആൾ കിടിയിന്ന് കെടുക്കുകയാണ്, നിസ്സഹായനായിട്ട്, നമ്മൾ ഇളകാൻ പറ്റാതെ, ഒരു ചില അവസരങ്ങളിൽ വളരെ അത്യാവശ്യ കാര്യങ്ങൾ പോലും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ, ചിലപ്പോൾ ഓർമ്മ ശരിക്ക് കിട്ടാതെ, മനസ്സിൻ്റെ ധൈര്യം പോയിട്ട് നമ്മളാകെ തകർന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ നൈമിഷികതയിലൂടെ കടന്നു പോവുക, അതുപോലെ ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം, ഇപ്പോൾ കോവിഡിൻ്റെ ഒന്ന് ഇച്ചിരി കുറഞ്ഞു, പക്ഷെ കോവിഡ് വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ അല്ലേ? തുടക്കത്തിൽ മുതൽ നമ്മളതിൻ്റെ മാറ്റങ്ങൾ, ഒന്നാമത്തെ ആ വെയ്വിൽ ആളുകളൊക്കെ എവിടുന്നോ വന്ന് നമ്മളെല്ലാം വാതിലൊക്കെ അടച്ചിട്ട് കൊറോണ വഴിയോടെ പോകണ്ട, നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാവോ എന്നുള്ള മട്ടിലെ എല്ലാം അടച്ച് അകത്ത് കുത്തിരിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ടതില്ല, തിരി എത്തിക്കൽ, ചിരട്ട ഓട്ടിൽ, പ്ലേറ്റ് ചടിക്കൽ, ഒരെണ്ണം ഓടിക്കാൻ, ഭയങ്കര വിറ്റ് സാധനങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ അത്രമാത്രം മനുഷ്യൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. എന്തുമാത്രം പടങ്ങൾ ആ സമയത്ത് ഇറങ്ങി ഈ ഏകാന്തതയോട് ബന്ധപ്പെട്ട്, ഐസൊലേഷനോട് ബന്ധപ്പെട്ട്, വീട്ടിൽ തന്നെ നമ്മൾ ജയിലിൽ കഴിയുന്ന പോലെ വീടുകളിൽ കൊറോണ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയിലേക്ക് മാറുമായിരുന്നു. പിന്നീട് വേവുകൾ മാറി അതിൻ്റെ ആ മരണത്തിൻ്റെ സാഹചര്യം കുറഞ്ഞു വന്നപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസമൊക്കെ ആയത്. നിപ്പ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, എല്ലാ കച്ചവട കടങ്ങളും അടച്ചു. ആ മരിച്ചു പോയ ആ നേഴ്സ് നിപ്പ പിടിച്ച് കോഴിക്കോട്, സ്വന്തം ആ മക്കളെ പോലും ഒന്ന് കാണാൻ അവൾ വേണ്ടാന്ന് വെച്ചു. എൻ്റെ ബോഡിയും കാണണ്ട, ഒന്നും കാണണ്ട, കാരണം എൻ്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കരുത്. അപ്പോൾ അത്രമാത്രം ഒറ്റപ്പെടുന്ന ഒരു, നമ്മുടെ നൈമിഷികത അറിയുന്നത് പോലെ തന്നെ മനുഷ്യൻ എത്രയോ ഒറ്റപ്പെട്ട ജീവിയാണ്. നമ്മൾ എന്തുമാത്രം ബലഹീനരാണ്, അതുപോലെ നമ്മൾ എന്തുമാത്രം നമുക്ക് പോരായ്മകളുണ്ട് മനുഷ്യന്. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരത്തിൽ ജീവിതത്തിൽ നമ്മൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു നിമിഷമാണ്. ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ പ്രസാദവരം ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ആ ഒരു സത്യം, ഒരു ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് സഭ ഈ രോഗീലേപനം എന്ന് പറയുന്ന കൂദാശ ഇന്ന് പരികർമ്മം ചെയ്യുന്ന രീതിയിൽ, അത് വ്യവസ്ഥാപിതമായ രീതിയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു മനുഷ്യൻ, ഇനിയിപ്പോൾ അത് സാധാ രോഗം മാത്രമല്ല, മരണത്തിലേക്ക് നീങ്ങുന്ന ഒരാളുടെ അവസ്ഥ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. മരണത്തെ സമീപിക്കുന്ന ഒരു വ്യക്തി കടന്നു പോകുന്ന 5 പ്രധാനപ്പെട്ട സ്റ്റേജുകളെക്കുറിച്ച് ഒരുപക്ഷെ
ബിജു സാറ് കേട്ട് കാണും, വായിച്ചു കാണും, നമ്മുടെ പ്രേക്ഷകരും കേട്ട് കാണും. പക്ഷെ എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അത് എലിസബത്ത് കുബ്ലർ റോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവൾ സൈക്കാട്രിസ്റ്റാണ്. സ്വിറ്റ്സർലൻഡ് അമേരിക്കൻ വംശജയാണെന്നാണ് പറയുന്നത്. ഈ 2004 സൈക്കാട്രിസ്റ്റ് മരിച്ചു പോയത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാൾ. ആൾ 5 സ്റ്റേജസ് പറയുന്നുണ്ട്. അത് ആ 5 സ്റ്റേജസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലരിലും കാണുന്നതാണ്. നമ്മുടെയൊക്കെ കൂടെ സന്തത സഹചാരിയായിട്ട് ജീവിച്ചിരുന്ന ചില സുഹൃത്തുക്കൾ ഇടയ്ക്ക് വെച്ച് ക്യാൻസറിൽ ബാധിച്ചു, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറായി. അത് കണ്ടുപിടിക്കണത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 3rd സ്റ്റേജിലൊക്കെ ആയിരിക്കും. എൻ്റെ തന്നെ കൂടെ പഠിച്ച പല ആൾക്കാരെയും ഞാൻ ഓർക്കുവാണ്. അപ്പോൾ അവർ കീമോ തുടങ്ങുന്നു. അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. അങ്ങനെ ഉള്ള ഓരോ രീതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മനുഷ്യൻ മരണം, ഡോക്ടേഴ്സ് പറയണം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ രീതികൾ. ഇപ്പോൾ എൻ്റെ ബ്രദർ തന്നെ ഈ കഴിഞ്ഞ ഇപ്പോൾ ഒരു കൊല്ലം ആവാൻ പോകണുള്ളൂ മരിച്ചിട്ട്. അപ്പോൾ മക്കൾ അവസാന ദിവസങ്ങളിൽ അവളോട് പറഞ്ഞു, വയറ് വീർക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് അവസാനം പറഞ്ഞു ഇനി പാലിയേറ്റീവ് കെയറിൽ അവസാനം കൊണ്ടുവരുന്നത് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ആളെ വീട്ടിൽ എന്നെ ശുശ്രൂഷിച്ചാൽ മതി, ഒരു നേഴ്സിനെ വിട്ടു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മകൻ എന്നോട് പറയുവാണ്, മരിക്കുന്നതിൻ്റെ തലേദിവസം അപ്പച്ചനോട് പറഞ്ഞു, ഇപ്പം അപ്പച്ചനെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പോൾ വയറ് ഇത്ര വീർത്തില്ല, ഇനി അത് ശ്വാസകോശത്തെ അങ്ങോട്ട് തള്ളും, അവസാനം ശ്വാസം കിട്ടാതെയാണ് മരിക്കുക. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കുറേ പ്രാവശ്യം ഒരുങ്ങിയതാണ്, മരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതായിരിക്കും പ്രോസസ്സ്. അതുപോലെ തന്നെ സംഭവിച്ചു രാത്രി. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾ അത് ഏറ്റവും അവസാന നിമിഷമാണ്. പക്ഷെ കുറേശ്ശെ അസുഖം മുമ്പ് വന്നുമ്പോഴാണ്, കുറേ 2-3 കൊല്ലങ്ങളായിട്ട് അസുഖത്തിലാണ്. അപ്പോൾ തന്നെ ഈ മനുഷ്യൻ കടന്നു പോകുന്ന പല സ്റ്റേജസാണ്. ഒന്നാമതായിട്ട് ഇപ്പം എനിക്ക് പെട്ടെന്ന് നാളെ അറിയുകയാണ് എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ എനിക്ക് തോന്നണേ ഡിനയലായിരിക്കും. എനിക്കൊന്നുമില്ല എന്നേ നമ്മൾ പറയുള്ളൂ. മനുഷ്യൻ്റെ ഏറ്റവും, കാരണം ജീവിക്കാനുള്ള കൊതി കൊണ്ട് നമ്മൾ പെട്ടെന്ന് പറയുന്നത് ഡിനയലാണെന്നാണ് അദ്ദേഹം പറയുന്നത്, നിരസിക്കുക. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഒരു അരിശമാണ്. ദൈവമേ, എനിക്കൊരു 10 കൊല്ലം കൂടി കിട്ടിയിരുന്നെങ്കിൽ, എന്തിനാണ് നീ ഇപ്പോൾ എനിക്ക് ഈ അസുഖം തന്നെ? എനിക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ എഴുതി തീർക്കാനുണ്ട്, പറഞ്ഞു തീർക്കാനുണ്ട്, പല ആൾക്കാരോടും യാത്ര പറയാനുണ്ട്, പല കാര്യങ്ങളും ഞാൻ പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദ്വേഷമാണ്. ഇതെന്തിനാൽ? ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, ചില ആൾക്കാരെ ചില മീറ്റിംഗ് കഴിഞ്ഞിട്ട് യാത്ര ചെയ്ത് പോയി വണ്ടി ഇടിച്ച് മരിച്ചു. ഇപ്പോൾ നമ്മുടെ പിള്ളേർ സ്കൂട്ടർ അടിച്ച് എത്തിപ്പോണു, അല്ലെങ്കിൽ വേറൊരു വണ്ടി നമ്മൾ വെറുതെ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് കയറി. അവിടെ ഒന്നും ഈ 5 സ്റ്റേജസ് ഒന്നും ഇല്ല. അപ്പോൾ അതിനെ പക്ഷേ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു സമയം കിട്ടുമ്പോഴാണ് അടുത്ത ഈ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് ദേഷ്യം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ആങ്കറാണ്, ദേഷ്യമാണ് നമുക്ക്. അതും കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, ഈ സാധനം നമ്മളെ കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ ഏതാണ്ട് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇച്ചിരി ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും. ഒരു വിലപേശൽ ദൈവമായിട്ട്. നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കാലൻ വന്ന് നമ്മൾ ഈ വീഡിയോസൊക്കെ, തമാശ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, കാലൻ വന്നിട്ട് കൊണ്ടുപോകണം, 1 മണിക്കൂറുള്ളൂ, നീ അതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തമ്പുരാനോട് പറയാൻ തുടങ്ങും, എന്തായാലും മരിച്ചോട്ടെ കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു 4 മാസം തരണം, എൻ്റെ ഈ പുസ്തകം തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ സെമസ്റ്റർ തീർന്നോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അത് എനിക്കിപ്പോൾ നടത്തണം, മനസ്സമ്മതം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മറ്റേ ഒരു പേരക്കുട്ടി ഉണ്ടാവാൻ പോവാണ്, എൻ്റെ 2ാമത്തെ മോൻ ഇതുവരെ മോൾക്ക് ഇതുവരെ കുട്ടികളുണ്ടായില്ല, ഇപ്പോഴേ ഉണ്ടായി വരാൻ പോകുന്നു, അവൾ 2 മാസം കഴിഞ്ഞാൽ പ്രസവിക്കും, അതിനൊന്ന് കണ്ടിട്ട് ഞാൻ മരിച്ചോട്ടെ. ഈ രീതിയിലുള്ള ബാർഗൈനിങ് തുടങ്ങുകയാണ് നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെ വരണം, അതും ചിലപ്പോൾ വിജയിക്കില്ല എന്ന് നമുക്ക് കുറേശ്ശെ മനസ്സിലാവുകയാണെങ്കിൽ മനുഷ്യനൊരു ഡിപ്രഷനിലേക്ക്, ഒരു ഭയങ്കര നിരാശയിലേക്ക് മനുഷ്യൻ കടക്കുമെന്നാണ് പറയുന്നത്. എത്ര നമ്മൾ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോഴും പറയില്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, മരിച്ച് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയണതിന് മുമ്പ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് അവസാനത്തെ ഘട്ടം എന്നാണ് അത് പറയുന്നത്. ഏറ്റവും അവസാനം നമ്മൾ അംഗീകരിക്കാത്തൊരു സ്റ്റേജിലേക്ക് എത്താണ്ട് മരിച്ചു പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് ശരിക്കും. അതാണ് ചില ആളുകൾ പേഷ്യൻസ് നമ്മളിങ്ങനെ കാണാൻ ചെല്ലണത് തന്നെ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. കാരണം അവർ പറയും, നല്ല വേദന കൊണ്ട് പറ്റാത്തവരുണ്ട്. ഇപ്പോൾ
ബോൺ ക്യാൻസർ ഒക്കെയുള്ള ആളുകൾ പറയണ ഭയങ്കര പെയിനാണ്. പിന്നെ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോൾ മോർഫിനൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഓർമ്മയുണ്ടാവില്ലെങ്കിൽ പിന്നെ പോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു സ്വരം കേൾക്കുന്നത്, ഒരു വെളിച്ചം കാണുന്നത്, ആരെങ്കിലും ശരീരത്തിൽ ഒന്ന് തൊടുന്നത്, ഒരു ഈച്ച പോലും വന്നിരിക്കുന്നത് വിഷമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ അതുകൊണ്ട് ചിലപ്പോൾ പറയും, അതുകൊണ്ടല്ല ഞാൻ അങ്ങനത്തെ ആൾക്കാരെയല്ല ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ആരും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഒരു തരം നേരത്തെ പറഞ്ഞ പോലെ ആങ്കറിൻ്റെ ഒരു സ്റ്റേജിൽ, രണ്ടാമത്തെ സ്റ്റേജിൽ തന്നെ അവസാനിച്ച് പോകുന്ന, അല്ലെങ്കിൽ ഡിപ്രഷനിൽ അവസാനിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 സ്റ്റേജസിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നു മനഃശാസ്ത്രപരമായിട്ട് എന്നാണ് പറയുന്നത്. ആ അവസരത്തിൽ നമ്മുടെ സഭയുടെ ഊന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പോകുന്ന ഒരാളുടെ ആത്മീയമായ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്, എന്നെ ഏൽപ്പിച്ച ഈ ഭൂമിയിലെ ദൗത്യം തീർന്നു, ഞാനിനി നിത്യമായ സന്തോഷത്തിലേക്ക് ചേരുവാണ്. അത് അനുഭവിച്ച് കഴിയുമ്പോൾ, അത് സമ്മതിച്ചു കഴിയുമ്പോൾ നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു വലിയൊരു അനുഭവത്തിലേക്ക് കടക്കുവാണ്. അത് നമ്മൾ ചില ഈ മരിച്ചു പോകുന്ന എൻ്റെ ചേട്ടൻ തന്നെ, ബ്രദർ തന്നെ, അതുപോലെ അതിന് മുമ്പ് തന്നെ ഒരു 4 മാസം മുമ്പ് ഞാൻ പോയി ഒക്കെ കഴിഞ്ഞതാണ്, ഒരു കൊല്ലം മുമ്പ് തന്നെ. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഏറി വന്ന 3 മാസം, പക്ഷേ ഒരു കൊല്ലം നീണ്ടുപോയി. അപ്പോൾ അന്ന് ചെന്നപ്പോഴേനും പറഞ്ഞു, എന്നെ തന്നെ കണ്ണ് പോലും തുറന്ന് നോക്കിയില്ല, എന്നെ മനസ്സിലായി വിൻസനല്ലേ, അപ്പോൾ ഇനിയും നമ്മൾ കാണില്ല. പുള്ളിയെല്ലാം അങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ നീ പ്രാർത്ഥിക്കണം, എൻ്റെ കുർബാനയ്ക്ക് എനിക്ക് വേണ്ടി കുർബാന ചെല്ലാൻ 10,000 രൂപ ജ്യേഷ്ഠത്തിയാരെ അതിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പുള്ളി പറയുവാണ്, എനിക്കിപ്പോൾ എടുത്തു തരാൻ പറ്റില്ല, ഞാൻ ICUവിൽ കിടക്കുകയാണ്. അപ്പോൾ അത്ര പോലും പ്രിപ്പയർഡാണ് ഈ മനുഷ്യൻ. അങ്ങനെ ഒരാൾ ആത്മീയമായിട്ട് പല പ്രാവശ്യം രോഗിലായവനം സ്വീകരിച്ചു, പല പ്രാവശ്യം കുമ്പസാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുന്ന ഒരാളുടെ ആത്മീയമായ അവസ്ഥ വളരെ സന്തോഷപ്രദമാണ്. ആ ആൾ മരിക്കുമ്പോൾ തന്നെ മുഖത്ത് തന്നെ ഒരു പ്രകാശം ഉണ്ടാവുമെന്ന് എനിക്ക് വേണം. നമ്മൾ അങ്ങനെയുള്ള കാരണവന്മാർ മരിച്ചു പോകണം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു വ്യക്തി കടന്നു പോകുന്ന മാനസികവും ശാരീരികവുമായ വ്യഥകളുടെ ഇടയിൽ അവന് ആത്മീയമായ ഒരു ഊർജം പകർന്നു കൊടുത്ത് ദൈവത്തിൻ്റെ സാകല്യത്തിലേക്ക് സന്തോഷപ്രദമായി ഒരു വിരുന്നിനെ കയറി ചെല്ലുന്നത് പോലെ കയറി ചെല്ലാൻ അവനെ പ്രാപ്തമാക്കുന്ന ഒരു കൂദാശയാണിത്. അത് എനിക്ക് മനസ്സിലായ അച്ഛൻ പറഞ്ഞത്. പക്ഷേ ഈ യേശു ഇത് സ്ഥാപിച്ചു എന്നുള്ളതിൻ്റെ സൂചനകൾ എന്താണ്? യേശു സ്ഥാപിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കുക, യേശുവിൻ്റെ പരസ്യ ജീവിത പ്രവർത്തനം നമ്മൾ എടുത്തു നോക്കിയാൽ യേശു ആ 3 കൊല്ലത്തിൽ വചനം പ്രസംഗിച്ചതുപോലെ തന്നെ എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുന്ന ആ നരേറ്റീവ്സിലെല്ലാം പറയുന്നത് എന്താണ്? അവൻ രോഗികളെ സുഖപ്പെടുത്തി എന്നുള്ളത്. പാപങ്ങൾ മോചിച്ചു, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 56-ാം വാക്യം ഒന്ന് നമുക്ക് കേൾക്കാം. എന്താണ് 6-ാം അധ്യായം 56-ാം വാക്യം? അവൻ ഗനേസറത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ താഴെ 53 മുതൽ തുടങ്ങി പറയുന്നതിൽ ഞാൻ 55 മുതൽ വായിക്കണുള്ളൂ. അവർ സമീപ പ്രദേശങ്ങളെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മാർക്കോസ് ഈ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതായത് രോഗികളേക്ക് സുഖം കൊടുക്കുക എന്നുള്ളത് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൻ്റെ, ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്നുള്ള അനുഭവത്തിൻ്റെ ഒരു അവശ്യ ഘടകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി കർത്താവ് അത് കഴിഞ്ഞ ശേഷം ശിഷ്യന്മാരെ ഇടയ്ക്ക് 12 പേരെ വിളിച്ച് പറഞ്ഞു വിടുന്നുണ്ട്, അവരെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട്. നമ്മളത് കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലെ 1-ാം വാക്യം. നമ്മളിത് അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ അധികാരം നൽകുന്നതിൽ ഈ രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത് കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേർതിരിക്കാനാവാത്ത, ചേർന്നു പോകുന്ന ഒരു വലിയ കാര്യമാണത്. അത് കഴിഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട്, അതും മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങളിൽ വീണ്ടും നമ്മൾ കാണുകയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? രോഗികളുടെ മേൽ നിങ്ങൾ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. അപ്പോൾ ഈ രോഗി ശുശ്രൂഷ, സൗഖ്യദായകമായ ഈ ശുശ്രൂഷ,
കർത്താവിൻ്റെ ആ മിനിസ്ട്രിയിൽ എന്നും ഉണ്ടായിരുന്നു. അത് ഏറ്റവും മനോഹരമായിട്ട് ആദിമ ക്രൈസ്തവ സഭയിൽ മനോഹരമായി നടന്നിരുന്നു. അത് അപ്പസ്തോലന്മാർ ഈ ഒരു ശുശ്രൂഷ കർത്താവിനൊരു കൂദാശയായിട്ട്, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുവിൻ അവസാന കാലഘട്ടം വരെ എന്ന് പറഞ്ഞതുപോലെ തന്നെ പാപമോചിക്കാനുള്ള അധികാരം കർത്താവ് കൊടുത്തതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ് വാസ്തവത്തിൽ ഈ രോഗീ ശുശ്രൂഷ, രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ യാക്കോബിൻ്റെ ആ ലേഖനത്തിൽ ജെയിംസ് 5-ാമത്തെ അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ മനോഹരമായിട്ട് യാക്കോബ് ഇത് ആദിമ 12 അപ്പസ്തോലന്മാരിൽ ഒരാൾ എന്ന രീതിയിൽ എഴുതുന്ന ആ ലേഖനത്തിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുകയാണ്. അത് 5-ാം അധ്യായം 14-ാം വാക്യമാണ്. എന്താണ് പറയുന്നത്? നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. കൃത്യമായിട്ട് പറയുന്നുണ്ട്, സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കണം. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈല അഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വാസ്തവത്തിൽ രോഗീലേപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഈ തൈല അഭിഷേകം. മാമോദീസായുടെയും തൈലലേപനത്തിലൂടെയും അഭിഷേകം ചെയ്യപ്പെട്ട് തിരുപ്പട്ടം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവിടെ വേറെ വീണ്ടും ഉണ്ട്. ഇല്ലെങ്കിൽ ബാക്കി എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 അഭിഷേകങ്ങളുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിലാണ് ഈ അവസാനത്തെ തൈല അഭിഷേകം വരുന്നത്. രാജ്യത്വത്തിലെ ദൈവത്തിൻ്റെ മകളായി, ദൈവത്തിൻ്റെ മകനായി ഇതാ നിത്യ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ ആൾക്ക് നമ്മൾ ഒരുക്കി വിടുകയാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയണം, അവനെ കൊണ്ടുവരണം, തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം, പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവന് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവനെ മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഈ ആദിമ 12 അപ്പസ്തോലന്മാരിൽപ്പെട്ട ആ അപ്പസ്തോലൻ തന്നെ ഇത് വളരെ മനോഹരമായി എഴുതി ആദിമസഭയിൽ കൊടുത്തിരുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു പ്രാക്ടീസിൻ്റെ തന്നെ ഒരു വലിയ നിദർശനമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് യേശുവിൻ്റെ ഈ ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലുള്ള സൂചനകൾ ആദിമസഭ അത് അനുവർത്തിച്ചതൊക്കെ വെച്ച് തീർച്ചയായിട്ടും അത് യേശു സ്ഥാപിച്ചൊരു കുദാശയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് രോഗികളോടുള്ള പ്രവർത്തനം, എല്ലാ രോഗം സൗഖ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ രോഗസൗഖ്യം എന്ന് പറയുന്നത് ഈ രോഗീലേപനം എന്ന കുദാശയുടെ ഒരു ലക്ഷ്യമാണോ? അതുപോലെ തന്നെ യേശു പലപ്പോഴും എല്ലാ രോഗികളെ യേശു സുഖപ്പെടുത്തുന്നില്ല, പല രോഗികളെ യേശു സുഖപ്പെടുത്തുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ രോഗസൗഖ്യം ഇതിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണോ? അതെ, രോഗസൗഖ്യം മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം. എന്നാൽ രോഗസൗഖ്യത്തിന് വേണ്ടി, സൗഖ്യം എന്നുള്ള വാക്ക് നിർവചിക്കുന്നതിനനുസരിച്ചിരിക്കും എന്താണ് നമ്മൾ, ഞാൻ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു വലിയ പ്രതിസന്ധി, ഒരു മരണം എന്ന് പറയുന്ന വലിയ ഒരു അപകടത്തെക്കുറിച്ച് വരുന്ന ആൾ നേരിടാനായിട്ട് സജ്ജമായി കഴിയുമ്പോൾ പിന്നെ വേറൊരു സൗഖ്യത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ സന്തോഷത്തോടു കൂടിയാണ് അതിലേക്ക് കയറുന്നത്. അതും സൗഖ്യം തന്നെയാണ്. അതുകൊണ്ട് സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ രോഗത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള ശാരീരികമായ ഒരു രോഗം മാറുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മൾ കാണുന്നത്. അത് യേശു പ്രധാനമായിട്ടും ഇത് രോഗികളെ സുഖപ്പെടുത്തിയത് എന്നുള്ളത് ഒരു ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ, നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ, ദൈവം നമ്മളെ സന്ദർശിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് കൂടിയാണ് പ്രഥമമായിട്ട്. ഉദാഹരണം അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. യേശു 7-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ് ന്യായിമിലെ ഒരു വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവം. അത് കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട്, ജനങ്ങൾ പറയാണ്, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സന്ദർശനത്തിൻ്റെ ഒരു തെളിവായിട്ടാണ് അവിടെ സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷകൻ ഈ രോഗി ശുശ്രൂഷ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതായത് രോഗം വരുന്ന എല്ലാവരുടെയും രോഗം മാറാനുള്ള ഒരു വഴി ആയിട്ട് മാത്രമല്ല അവിടെ സൂചിപ്പിക്കുന്നത്. ദൈവം രാജ്യ സംസ്ഥാപനത്തിൻ്റെ ഒരു അടയാളം, പിന്നെ ഇവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനും പല സമയങ്ങളിലും യേശു ഇതുപോലെ എനിക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട് എന്നറിയേണ്ടതിനെ നീയെ ഈ കടക്കുകയെടുത്ത് നടക്കുക, അത് ആ മോചിതനായി അതിൻ്റെ നിന്ന് ഉള്ളൊരു തെളിവ് പോലെയാണ് പറയുന്നത്. അപ്പോൾ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ രോഗി ശുശ്രൂഷ കാണേണ്ടത്. അങ്ങനെ അതിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് കർത്താവ് പറഞ്ഞതെന്നുള്ളതിന് വേറൊരു തെളിവാണ് ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാർ
ഒരു പ്രാവശ്യം കർത്താവിനെ വന്നിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ ലൂക്ക 7-ാമത്തെ അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്നാപകരുടെ ശിഷ്യർ വന്ന് ചോദിക്കുകയാണ്, തിരിച്ചു അവരോട് എന്നൊക്കെ. അപ്പോൾ ആ യേശു അവരോട് തിരിച്ചു പറയുകയാണ്, നിങ്ങൾ പോയി അവനോട് ഇതൊക്കെ പറയൂ. എന്താണ്? കാഴ്ചയില്ലാത്തവൻ കാണുന്നു, കേൾവിയില്ലാത്തവൻ കേൾക്കുന്നു, അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് രോഗികൾ സുഖം പ്രാപിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ ഈ സൗഖ്യം എന്ന് പറയുന്നത് ശാരീരികമായ സൗഖ്യത്തെ മാത്രമല്ല, പക്ഷെ ശാരീരികമായ സൗഖ്യവും അതിലൂടെ നടക്കാം. കാരണം ഇന്ന് നമ്മൾ സൈക്കോസൊമാറ്റിക്കാണ് ഒരുപാട് അസുഖങ്ങൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ഒന്ന് കൃത്യമായിട്ട് കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് അങ്ങനെയുള്ള ആളുകൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അങ്കലാപ്പിൽ നിന്ന് മാറി ഒന്ന് കൂളായി, ചിലപ്പോൾ ഒരു ദിവസം കൂടി ആൾ ഒന്നിങ്ങനെ നിൽക്കും. വേറെ ചില സന്ദർഭങ്ങളിൽ അത്ഭുതകരമായി ദൈവം ഈ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ അടയാളമായിട്ട് അങ്ങനെ സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചു ഇങ്ങനെ തൈലാഭിഷേകം നടത്തിയത് കൊണ്ട് തന്നെ സുഖപ്പെട്ട കേസുകളുമുണ്ട്. അതെന്നും നമ്മുടെ ചുറ്റുപാട് എപ്പോഴും കാണുന്നില്ല പൂർണ്ണമായിട്ട്. സുഖമെന്ന് പറയുന്നതിന് പല തലങ്ങളുണ്ട്. അത് ശാരീരികമായ ഒരു സൗഖ്യം മാത്രമല്ല, അവൻ്റെ ആത്മാവിൻ്റെ സൗഖ്യം, അവൻ്റെ മനസ്സിൻ്റെ സൗഖ്യം, അവൻ്റെ എല്ലാത്തിനും കിട്ടുന്ന ഒരു ആശ്വാസം, അതിനെ നമുക്ക് സൗഖ്യം എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേർപെടുത്തി കാണുന്നത് ശരിയല്ല. പക്ഷെ ഒരു തെറ്റിദ്ധാരണ നമ്മൾ വരുത്തുകയും ചെയ്യരുത്. അതായത് രോഗിയാകുന്ന ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകരുത്, ഡോക്ടറെ കാണിക്കരുത്, മരുന്ന് കഴിക്കരുത്, നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അദ്ദേഹത്തിന് രോഗിലാഭനം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, ദിവ്യകാരുണ്യം കൊടുത്താൽ മതി എന്ന് മാത്രം പറയുന്നത് ശരിയല്ല. കാരണം ഈ ദൈവം തന്നെയാണ് ഈ മനുഷ്യനെ ഈ രോഗത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വൈദ്യ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു തലം തന്നെ ഈ ലോകത്തിൽ ദൈവം നൽകിയ ആ ബുദ്ധിയിൽ നിന്ന് തന്നെയാണ്, വിജ്ഞാനത്തിൽ നിന്ന് തന്നെയാണ് മനുഷ്യനെ കൊടുത്തത്. അപ്പോൾ ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് എന്ത്? മനുഷ്യൻ്റെ ദൈവം നൽകിയ ആ താലന്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ രക്ഷിക്കാൻ ആവശ്യമായത് ചെയ്യുക എന്നുള്ളത് അതിനോട് കൂടെ ചേർന്ന് മനുഷ്യൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ജന്മന നൽകിയിട്ടുള്ള സിദ്ധിവിശേഷങ്ങളോട് ചേർന്നാണ് ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ ഗ്രേസ്, അതിസ്വാഭാവികമായ കൃപ പലപ്പോഴും സാധാരണയായിട്ട് പ്രവർത്തിക്കുക. അല്ലാത്ത അവസരങ്ങളിൽ ചില സമയങ്ങളിൽ അതിസ്വാഭാവികമായിട്ട് അത് നമ്മൾ അത്ഭുതം എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു തെറ്റിദ്ധാരണ ചെയ്യരുത്. ചില ആളുകൾ അങ്ങനെയൊക്കെ, അത് തനി അന്ധവിശ്വാസമാണ്. നമ്മൾ പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടില്ല, ഇത് പിശാചാണ്, അല്ലെങ്കിൽ അവനെ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകരുത്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അപകടകരമായ, അത് അവിദ്യ കൊണ്ട് സംഭവിക്കുന്ന, അജ്ഞത കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും രോഗിലാപനത്തെക്കുറിച്ച് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും തുടരാം. നമ്മൾ അടുത്ത എപ്പിസോഡിലും രോഗിലാപനത്തിൻ്റെ തുടർച്ച ഉണ്ടാകുന്നതാണ്. ഏതായിരുന്നാലും രോഗിലാപനത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടും വളരെ ലളിതമായും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇത് വലിയ ഒരു ബോധ്യം കിട്ടുന്ന ഒരു എപ്പിസോഡായിട്ട് മാറും. വളരെ നന്ദി അച്ഛാ. രോഗിലേപനം സഭ നൽകുന്ന സൗഖ്യദായകമായ ഒരു ദാനമാണ്. അത് മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നു. ശാരീരികമായി, മാനസികമായി, ചിന്താപരമായി എല്ലാ തരത്തിലും ഒരു സൗഖ്യം അവന് കൊടുക്കുന്ന ഒരു കുദാശയാണ്. ദൈവത്തിൻ്റെ പ്രസാദപരം അവനിലേക്ക് ഒഴുകാൻ സഹായിക്കുന്ന ആ കുദാശയെ നമുക്ക് അർത്ഥവത്തായിട്ട് സമീപിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.